സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. സോ ഇന്ന് നമ്മളുടെ കേരള വാട്ടർ അതോറിറ്റി ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 6 തന്നെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ മൈക്രോ കോൺസ്റ്റിറ്റ്യുവന്റ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. ഇത്തരത്തിൽ അയൺ ആൻഡ് സ്റ്റീലിന്റെ അയൺ കാർബൺ അല്ലെ, ഇത്തരത്തിൽ അയൺ ആൻഡ് സ്റ്റീലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം അവിടെയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മൈക്രോ കോൺസ്റ്റിറ്റ്യുവന്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഓസ്റ്റ്നൈറ്റ് ഈസ് മാഗ്നറ്റിക് ആൻഡ് സോഫ്റ്റ്. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഓസ്റ്റ്നൈറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക്കും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. രണ്ടാമത് പറയുന്നത് ഫെറൈറ്റ് ഈസ് സോഫ്റ്റസ്റ്റ് സ്ട്രക്ചർ ഇൻ അയൺ കാർബൺ അലോയി. മൂന്നാമത് പറയുന്നത് ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് സിമന്റൈറ്റ് ഈസ് ഓർത്തോറോംബിക് എന്നാണ് പറയുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലെഡുബറൈറ്റ് കണ്ടെയ്ൻസ് 4.3% കാർബൺ. ഇത്തരത്തിൽ 4.3% കാർബൺ ഉണ്ട് എന്നാണ് ലെഡുബറൈറ്റിൽ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഈ 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണോ, കറക്റ്റ് ആണോ? ഓസ്റ്റ്നൈറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക്കും ആണ് അതുപോലെ തന്നെ സോഫ്റ്റും ആണെന്നാണ് പറയുന്നത്. നോൺ മാഗ്നറ്റിക് ആവൂലേ? യെസ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കാൻ ഇത് റോങ് ആണ്. ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഓസ്റ്റ്നൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് നോൺ മാഗ്നറ്റിക് ആണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ ഇതുപോലെ ക്യൂറി ടെമ്പറേച്ചർ ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ, അതായത് 768°C മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്, അത് നോൺ മാഗ്നറ്റിക് ആയിട്ട് മാറുന്നു. ആ ഒരു ടെമ്പറേച്ചറിന് മുകളിലേക്കെല്ലാം എന്താണ്, അത്തരത്തിൽ നോൺ മാഗ്നറ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓസ്റ്റ്നൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു നോൺ മാഗ്നറ്റിക്കും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളതുമാണ്. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ റോങ് ആണ്. രണ്ടാമത്തെ നോക്കിയ ഫെറൈറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റസ്റ്റ് സ്ട്രക്ചർ ഇൻ അയൺ കാർബൺ അലോയ്. സംശയമൊന്നും വേണ്ട അല്ലെ, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം ഫെറൈറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റസ്റ്റ് ആണ്. അത് അയൺ കാർബൺ അലോയ് ആയാലും അതുപോലെ തന്നെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം ആയാലും എന്താണ്, സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ളത് ഫെറൈറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. മറ്റൊരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് സിമന്റൈറ്റ് അല്ലെ, സിമന്റൈറ്റ് Fe3C സിമന്റൈറ്റ് എന്ന് പറയുന്നത് ഓർത്തോറോംബിക് എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ? സംശയമൊന്നും വേണ്ട, അത് കറക്റ്റ് ആണ് അല്ലെ. ഇത്തരത്തില് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് സിമന്റൈറ്റ് എന്ന് പറയുന്നത് ഓർത്തോറോംബിക് ആണ്. ഇതൊക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്, അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ലെഡ് ബ്രൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ആ ഒരു അയൺ കാർബൺ ഡയഗ്രം നമ്മൾ മനസ്സിലേക്ക് വരുന്ന സമയത്ത് ലെഡ് ബ്രൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ മുകളിലായിട്ടുള്ള പോർഷൻ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ആയിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് അല്ലെ. ആ ഒരു അയൺ കാർബൺ ഡയഗ്രത്തിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ദാറ്റ് മീൻസ് കാർബൺ കണ്ടന്റ് കൂടുതലാണ്. സോ 4.3% അല്ലെ, അതായത് യുടെക്റ്റിക് റീജിയനിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത്തരത്തിൽ നമ്മളുടെ ലെഡുബ്രൈറ്റ് കാണുന്നുണ്ടാവുക. സോ ലെഡുബ്രൈറ്റ് കണ്ടെയ്ൻസ് 4.3% കാർബൺ എന്ന് പറയുന്നതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒന്ന് ഒഴികെ അല്ലെ, ഒന്നാമത്തെ റോങ് ആണ്. അതുകൊണ്ട് തന്നെ ബാക്കി 2, 3, 4 എന്നിവ കറക്റ്റ് ആണ്. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ 2, 3, 4 എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ഉത്തരമാണ് വരേണ്ടത്. സോ 2, 3, 4 കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സിയിലാണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ ഇത്തരത്തിലാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് കുറച്ചുള്ള പോയിന്റുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. കൂളിംഗ് റേറ്റ് ഫോർ കാർബൺ സ്റ്റീൽ ഡ്യൂറിംഗ് അനീലിംഗ് പ്രോസസ്. കൂളിംഗ് റേറ്റ് ഫോർ കാർബൺ സ്റ്റീൽ ഡ്യൂറിംഗ് അനീലിംഗ് പ്രോസസ്. അനീലിംഗ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അനീലിംഗ് പ്രോസസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അത് കൂൾ ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കും അനീലിംഗിൽ എങ്ങനെയായിരിക്കും കൂൾ ചെയ്യുന്നുണ്ടാവുക? ഫർണസിൽ വെച്ചാണോ കൂൾ ചെയ്യുന്നത് അതോ പുറത്ത് വെച്ചിട്ടാണോ കൂൾ ചെയ്യുക? ഫർണസിൽ വെച്ചിട്ട് തന്നെ കൂൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഫർണസിൽ വെച്ച് കൂൾ ചെയ്യുന്ന സമയത്ത് ഒരു കാർബൺ സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂളിംഗ് റേറ്റ് എത്രയാണ് എന്നുള്ള റേഞ്ച് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത് 50 മുതൽ 100. പറഞ്ഞോളൂ. ഓപ്ഷൻ യെസ്, റൈറ്റ് ആൻസർ ആണ്. ബി തന്നെയാണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സോ 100 to 150°C പെർ അവർ അല്ലെ, ഒരു മണിക്കൂറിൽ ഇത്തരത്തിൽ 100 മുതൽ 150°C എന്താണ് കുറയുന്ന രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു റേറ്റ് പോകുന്നുണ്ടാവുക, കൂളിംഗ് റേറ്റ് പോകുന്നുണ്ടാവുക. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. നമ്മുടെ കാർബൺ സ്റ്റീൽ നമ്മൾ അനീലിംഗ് പ്രോസസ്സിലൂടെ കടത്തിവിടുന്ന സമയത്ത് കൂളിംഗ് റേറ്റ് എത്രയാണ്? 100 മുതൽ 150°C അല്ലെങ്കിൽ °C പെർ അവർ ആണെന്നുള്ളതും ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്,
ഹീറ്റിംഗ് ദ ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീൽ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എവിടെയാണ് ഈ ഹൈപ്പോയൂട്ടക്ടോയിഡ്, എന്താണ് ഹൈപ്പർ യൂട്ടക്ടോയിഡ് എന്നൊക്കെ ഉള്ളത് മനസ്സിലേക്ക് വരാം. ഹീറ്റിംഗ് ദ യൂട്ടക്ടോയിഡ് സ്റ്റീൽ ഈസ് ഹീറ്റഡ് ടു എ റേഞ്ച് ഓഫ് 550 to 650 ഡിഗ്രി സെൽഷ്യസ്. ഏകദേശം 550 മുതൽ 650 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ചൂടാക്കി. ഏത് സ്റ്റീലാണ്? ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീൽ. നമ്മൾ 500 മുതൽ 550 മുതൽ 650 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കി. വിച്ച് ഈസ് ജസ്റ്റ് ബിലോ ദ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. നമുക്കറിയാം ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, നമുക്ക് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 727 അല്ലെങ്കിൽ 723 ഒക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട്. അത്തരത്തിൽ ആ 700 റേഞ്ച് ആണ് നമ്മളുടെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ താഴെയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീലിനെ നമ്മൾ ചൂടാക്കിയിരിക്കുന്നത്. അതിനുശേഷം എന്താണ് ടെമ്പറേച്ചർ ആൻഡ് സ്ലോലി കൂൾഡ് ഇൻ ഫർണസ്. സ്ലോലി, വളരെ പതിയെ ഫർണസിൽ വെച്ച് കൂൾ ചെയ്തു. ഫർണസിൽ വെച്ച് കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് അനീലിംഗ് ആണ് അല്ലെ. ഫർണസിൽ വെച്ച് കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അനീലിംഗ് ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അനീലിംഗ് പലതരത്തിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് ഫുൾ അനീലിംഗ്, 2 പ്രോസസ് അനീലിംഗ്, 3 ടെമ്പറിംഗ്, അതുപോലെ തന്നെ 4 അനീലിംഗ് അല്ലെ. ഇത്തരത്തില് ഓപ്ഷൻ ABCD കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഏതായിരിക്കും നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ വരുന്നുണ്ടാവുക? A ആണോ, B ആണോ, C ആണോ, D ആണോ? ഓപ്ഷൻ B ആണോ? ഏതാണ്? പ്രോസസ് അനീലിംഗ്. ഓക്കെ. അപ്പൊ നമുക്കറിയാം എന്താണ് ഉത്തരം കറക്റ്റ് ആണ്. പ്രോസസ് അനീലിംഗ് തന്നെയാണ്. അപ്പൊ ഇവിടെ ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് തന്നെയാണ് ഏകദേശം ഇങ്ങനെ തന്നെയല്ലേ സാധാരണ ചെയ്യാറ്? അതെ. പക്ഷെ സാധാരണ ചെയ്യാറ് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്താണ് ടെമ്പറിംഗ് എല്ലായ്പ്പോഴും നമ്മൾ അതെ ഈ പറഞ്ഞ രീതിയിൽ ഫർണസിൽ വെച്ച് അതാവണം നിർബന്ധമില്ല. എങ്കിൽ തന്നെ നമുക്ക് എന്താണ് വളരെ പതിയെ കൂൾ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് വളരെ പതിയെ കൂൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഹാർഡൻഡ് ആയിട്ടുള്ള സ്റ്റീൽ ആണെന്ന് എടുത്ത് പറയണം. എങ്കിൽ തന്നെ നമുക്ക് എന്താണ് പറ്റൂ ടെമ്പറിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക് വരും. അതോടൊപ്പം തന്നെ ടെമ്പറിംഗ് ഈ കട്ടിംഗ് ടൂൾ ഒക്കെ അല്ലേ ചെയ്യാ? മെയിൻ ആയിട്ട് കട്ടിംഗ് ടൂളുകളിലൊക്കെയാണ് നമ്മൾ സാധാരണ ടെമ്പറിംഗ് ചെയ്യുന്നുണ്ടാവുക. അതെ, കട്ടിംഗ് ടൂളുകളിലാണ് സാധാരണ. നമുക്കറിയാം ടഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഹാർഡനിങ് പ്രോസസ്സ് എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളായിരിക്കും. അതായത് ഹാർഡ്നെസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കട്ടിംഗ് ടൂൾ മെറ്റീരിയലൊക്കെയാണ് പൊതുവെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അതെ, ഹാർഡനിങ് ചെയ്തതിന് ശേഷമാണ് എല്ലായ്പ്പോഴും നമ്മൾ ടെമ്പറിംഗ് ചെയ്യുക. ഹാർഡനിങ്ങോട് പറഞ്ഞോളൂ. 400 ഡിഗ്രി സെൽഷ്യസിന് താഴെയല്ലേ? അതെ, ടെമ്പറിംഗ് വന്നിട്ട് 400 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസം ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ C ടെമ്പറിംഗ് കിടന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യനുകളിലൊക്കെ നമ്മൾ ടെമ്പറിംഗ് നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി പോകും. അപ്പൊ തൽക്കാലം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീൽ 550 മുതൽ 650 ഡിഗ്രി സെൽഷ്യസ്, അതായത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ ചൂടാക്കുന്നു. വളരെ പതിയെ തന്നെ ഫർണസിൽ വെച്ച് കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പ്രോസസ് അനീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസസ് അനീലിംഗിന്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ദ പ്രോസസ് അനീലിംഗ് ഈസ് ഓൾസോ കോൾഡ്. പ്രോസസ് അനീലിംഗ് വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ക്രിട്ടിക്കൽ അനീലിംഗ്, സബ് ക്രിട്ടിക്കൽ, ഫുൾ അനീലിംഗ്, സൂപ്പർ ക്രിട്ടിക്കൽ. ഏതായിരിക്കും? ഓപ്ഷൻ B. സബ് ക്രിട്ടിക്കൽ. അപ്പൊ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ ലോവർ ക്രിട്ടിക്കലിന് താഴെയാണ്, അതുകൊണ്ട് തന്നെ സബ് ക്രിട്ടിക്കൽ എന്ന് പറയാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രോസസ് അനീലിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ടൂൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഒരു വർക്ക് പീസ് കൺസിഡർ ചെയ്യുക. നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ കോൾഡ് ഫോർജിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ എന്താണ് ഷേപ്പിലേക്ക് ഏതെങ്കിലും ഒരു ഇന്റേണൽ അല്ലെങ്കിൽ ഇമ്പാക്ട് ലോഡ് കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് സ്വാഭാവികമായിട്ടും ആ സ്റ്റീലിന് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ എന്ത് സംഭവിക്കുന്നുണ്ടാവും? സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിക്കുന്നുണ്ടാവും അല്ലെ. ഇത്തരത്തിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ലെയ്ത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫോർജിങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ മെറ്റീരിയൽ ഇത്തരത്തിലുള്ള സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സ്ട്രെയിൻ ഹാർഡനിങ് കാരണം എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ഒരു മെറ്റീരിയൽ വളരെയധികം ഹാർഡായി കഴിഞ്ഞാൽ നമ്മളുടെ ടൂൾ കൊണ്ട് അതിനെ മെഷീനിങ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ നമുക്ക് അതിനെ സോഫ്റ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോസസ് അനീലിംഗ് ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. അതായത് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതായത് വിത്തിൻ ദ പ്രോസസ്, നമ്മൾ ആ ഒരു ചെയ്യുന്ന പ്രോസസ്സിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അനീലിംഗ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പേരൊന്ന് റിലേറ്റ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. പ്രോസസ് അനീലിംഗ്, നമ്മളൊരു പ്രോസസ് ചെയ്യുന്നതിനിടയിൽ ചെയ്യുന്ന അനീലിംഗ് ആണ് പ്രോസസ് അനീലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ഡൺ ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് കോൾഡ് വർക്കിംഗ്. നമ്മൾ കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ അതിനിടയിലുള്ള ഡിഫറെന്റ് സ്റ്റേജസുകളിൽ നമ്മൾ എന്താണ് ഇത്തരത്തിൽ അനീലിംഗ് ചെയ്യാറുണ്ട്. ആ അനീലിംഗ് ആണ് പ്രോസസ് അനീലിംഗ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ലോ കാർബൺ സ്റ്റീലുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള
പ്രോസസ് അനീലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അതും ഓർത്തിരിക്കാം. പ്രോസസ് അനീലിംഗ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ലോ കാർബൺ, അതായത് 0.25 അല്ലെ 0.25%, അതായത് അപ് ടു 0.3 എന്ന് പറയുന്നത് നമുക്കറിയാം ലോ കാർബൺ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീലുകളിലാണ് പ്രോസസ് അനീലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ആ ഒരു ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഏകദേശം 550-650 റേഞ്ച് ചൂടാക്കിയതിനു ശേഷം ഹോൾഡ് ചെയ്യുക, അതിനുശേഷം വളരെ പതിയെ തണുപ്പിക്കുക ഫർണസിൽ വെച്ച് തന്നെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് പ്രോസസ് അനീലിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് പ്രോസസ് അനീലിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ. സബ് ക്രിട്ടിക്കൽ അനീലിംഗ് എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, അല്ലെങ്കിൽ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ഹീറ്റിംഗ് ദ ഹൈപ്പോ യൂടെക്ടോയിഡ് സ്റ്റീൽ ടു 30 degrees Celsius above the upper critical temperature. അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് വന്നു. ഇപ്പോ ഹൈപ്പോ യൂടെക്ടോയിഡ് സ്റ്റീൽ തന്നെയാണ്. above the upper critical temperature, soaking at the temperature and then cooling slowly to the room temperature to form perlite and ferritic structure. Perlite and ferritic structure ഏതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഹാർഡ്നെസ്, അതുപോലെ തന്നെ നോർമലൈസിങ്, ടെമ്പറിങ്, അനീലിംഗ് ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓക്കെ. അപ്പൊ എന്താണ് നമ്മൾ ഇത്തരത്തില് പെർലൈറ്റിക് ആൻഡ് അല്ലെങ്കിൽ ഫെറൈറ്റിക് സ്ട്രക്ചറിലേക്ക് എന്താണ് സോക്ക് ചെയ്തുകൊണ്ട് എന്താണ് നോക്കിയ യൂടെക്ടോയിഡ്, ഹൈപ്പോ യൂടെക്ടോയിഡ് സ്റ്റീലാണ്. അപ്പൊ ഹൈപ്പോ ആയാലും ഹൈപ്പർ ആയാലും നമുക്ക് നോർമലൈസിങ്ങിനകത്ത് നമുക്ക് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടാവുക. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സോക്ക് ചെയ്തു, അതിനുശേഷം നമ്മൾ വളരെ പതിയെ റൂം ടെമ്പറേച്ചറിലേക്ക് കൂള് ചെയ്തു അല്ലെ, റൂം ടെമ്പറേച്ചറിലേക്ക് കൂള് ചെയ്തു. അപ്പോൾ അത് ഏതായിട്ട് മാറി? പെർലൈറ്റും ഫെറൈറ്റുമായിട്ട് മാറി അല്ലെ, പെർലൈറ്റിക് ആൻഡ് ഫെറൈറ്റിക് സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ 0.83% കാർബൺ റേഞ്ചിലാണ് ഉള്ളതെന്നുള്ള ഓർത്തിരിക്കാം, പെർലൈറ്റിക് ആൻഡ് ഫെറൈറ്റിക് സ്ട്രക്ചർ. അപ്പൊ നമുക്ക് ഇവിടെ ഉത്തരം എന്ത് വരാം? ഇത്തരത്തില് നോർമലൈസിംഗ് ഉണ്ട്, അനീലിംഗ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടോ? കേട്ടില്ല. അനീലിംഗ് അല്ലേ ഉത്തരം? ഉത്തരം വരിക നമുക്ക് അനീലിംഗ് പ്രോസസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു എന്താണ് ഫർണസിനുള്ളിൽ അല്ലെങ്കിൽ പുറത്തൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടും അത് അനീലിംഗ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ആയിട്ടുണ്ട് കേട്ടോ. സോ അനീലിംഗ് പ്രോസസ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അത് ഫുൾ അനീലിംഗ് പ്രോസസ് ആണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഫുൾ അനീലിംഗ് പ്രോസസ്സിനകത്താണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. സോ അപ്പം ഫുൾ അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, എബോവ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ ചൂടാക്കിയതിനു ശേഷം അത് ഈ ഒരു ചോദ്യത്തിനകത്ത് നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്യേണ്ടതായിരുന്നു. എന്താണ് ഈ ഫർണസ് കൂൾഡ് ആണെന്നുള്ളത് ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല. അപ്പൊ എന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് അസ്യൂം ചെയ്യാത്ത കാര്യം അതിന് എടുത്ത് പുറത്ത് വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫർണസിൽ വെച്ചാണ് എന്താണ് ചൂടാക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ തന്നെ വെച്ച് സ്ലോലി എന്താണ് റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെറ്റീരിയൽ ഫർണസിനുള്ളിൽ തന്നെയാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ എടുത്ത് പറയണം ഫർണസിൽ നിന്ന് പുറത്ത് വെക്കുന്നു എന്നുള്ളത് എടുത്ത് പറയണം. അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുക, നമ്മൾ ചൂടാക്കിയ സ്ഥലത്ത് തന്നെയാണ് നമ്മളുടെ വർക്ക് പീസ് ഇരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. ഈ ക്വസ്റ്റിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വർക്ക് പീസ് എവിടെ തന്നെയാണ്, നമ്മുടെ ഫർണസിനുള്ളിൽ തന്നെയാണ്. പതിയെ സ്ലോലി റൂം ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എന്താണ് തണുപ്പിച്ചു എന്നുള്ളത് ഓർത്തിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഉത്തരം എന്താ വരിക, അനീലിംഗ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞോളൂ. റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോ റൂം ടെമ്പറേച്ചർ ഫർണസിനുള്ളിൽ നമ്മൾ വെക്കുമ്പോൾ ഫർണസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പതിയെ എന്ത് ചെയ്യും, കുറച്ച് സമയം എടുക്കും, എങ്കിൽ തന്നെ എന്താണ് അതങ്ങോട്ട് വരും, റൂം ടെമ്പറേച്ചറിൽ വെത്തില്ലേ. ശരി. അങ്ങനെ നമ്മൾ എന്താണ് അത് കുറച്ച് ഇതെല്ലാം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വളരെ പതിയെ ആയിരിക്കും. അപ്പൊ ആ ഒരു കൂളിംഗ് റേറ്റ് വളരെ പതിയായിരിക്കും. പുറത്തെടുത്ത് വെച്ചാൽ കുറച്ചുകൂടെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ എന്താണ് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്താണ് വളരെ സ്ലോലി അല്ലെ, വെരി സ്ലോ കൂളിംഗ് ആണ്, വെരി സ്ലോ കൂളിംഗ് ആണ് അവിടെ നടക്കുന്നുണ്ടാവുക. അതാണ് ഫർണസ് കൂൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ അനീലിംഗ് എന്താണ്, അതുപോലെ തന്നെ പ്രോസസ് അനീലിംഗ്, ഈ രണ്ടും നമ്മളുടെ അനീലിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. അത് ഇത്തരത്തിലുള്ള മെഷീനബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഇന്റേണൽ സ്ട്രെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് സാധാരണ നമ്മൾ അനീലിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ.